വടക്കൻ കേരളത്തിലെ ട്രെയിൻ യാത്രകൾ സുരക്ഷിതവും വേഗമേറിയതുമാക്കാൻ പുത്തൻ പദ്ധതിയുമായി ദക്ഷിണ റെയിൽവേ. ഇതിനായി 150 കിലോമീറ്റർ ദൂരത്തിൽ ട്രാക്കിന് ഇരുവശവും സുരക്ഷാവേലി സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി മുതൽ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ട് സെക്ഷൻ, കൊയിലാണ്ടി തലശ്ശേരി സെക്ഷൻ എന്നിവിടങ്ങളിലാണ് സുരക്ഷാവേലി സ്ഥാപിക്കുന്നത്. ഇതോടെ 2 മേഖലകളിലൂടെയുള്ള ട്രെയിൻ യാത്ര അതിവേഗത്തിലാകും. റെയിൽവേ ട്രാക്കുകൾക്കും അവയോട് ചേർന്നുള്ള പ്രദേശങ്ങൾക്കുമിടയിൽ ഒരു വേലി ഒരുക്കുന്നതിലൂടെ ട്രെയിൻ യാത്രകളുടെ സുരക്ഷ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് കരുതുന്നത്. ദക്ഷിണ റെയിൽവേ പുറത്തിറക്കിയ ടെൻഡറിൽ മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതിനാൽ കൊയിലാണ്ടി തലശ്ശേരി പാതയിലെ ഈ പ്രവർത്തികൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. പഴയങ്ങാടി ബേക്കൽ കോട്ട സെക്ഷനിൽ 70 കിലോമീറ്റർ സുരക്ഷാവേലിയാണ് ആദ്യം പണിതു തുടങ്ങുക. ഇവിടെ 7.4 കിലോമീറ്റർ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്. 45.63 കോടിയോളം രൂപ ഇതിനായി ചെലവ് വരുമെന്ന് ദക്ഷിണ റെയിൽവേ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. 12 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദക്ഷിണ റെയിൽവേ. രണ്ടാമത്തെ പദ്ധതിയിലാണ് കൊയിലാണ്ടി തലശ്ശേരി ഭാഗം ഉൾപ്പെടുന്നത്. ഇവിടെ 80 കിലോമീറ്റർ നീളത്തിൽ സുരക്ഷാവേലിയും 0.7 കിലോമീറ്റർ അതിർത്തി മതിലും നിർമ്മിക്കും. ഈ ജോലികളും 12 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ദക്ഷിണ റെയിൽവേ പദ്ധതിയിടുന്നത്. ഇതിനായി 42.01 കോടിയുടെ ടെൻഡറാണ് പരസ്യപ്പെടുത്തിയത്. സുരക്ഷാ ഭിത്തിയിൽ ബീം സ്റ്റീൽ ബാരിയറുകൾ ഉപയോഗിക്കും. പ്രീകാസ്റ്റ് പാനലുകളും പ്രീകാസ്റ്റ് തൂണുകളും ഉൾപ്പെടുത്തും. റെയിൽവേ ട്രാക്കിനെ ഭൗതികമായി ഇത്തരത്തിൽ വേർതിരിക്കുന്നത് മൂലം ആളുകളോ മൃഗങ്ങളോ മറ്റ് തടസ്സങ്ങളോ ട്രാക്കിലേക്ക് കടന്നുവരാൻ കഴിയില്ല. പാലക്കാട് ഡിവിഷനിലെ 2 പാതകളിൽ സുരക്ഷിതവും വേഗതയേറിയതുമായ സർവീസുകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെ അനുഗ്രഹമാണ്. പ്രീ സ്ട്രെസ്ഡ് പ്രീകാസ്റ്റ് പാനലുകളും ഉപയോഗിച്ചാണ് വേലികളും മതിലുകളും നിർമ്മിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ 130 കിലോമീറ്ററായി ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ട്രാക്കുകൾക്ക് ഇരുവശവും വേലി തീർത്ത് സുരക്ഷിതമാക്കുന്നത്. 2 പദ്ധതികളുടെയും നിർമ്മാണ കാലാവധി 12 മാസമാണ്. വടക്കൻ കേരളത്തിലെ ഈ സുരക്ഷാവേലി നിർമ്മാണ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ദക്ഷിണ റെയിൽവേ ആരംഭിച്ചു കഴിഞ്ഞു. ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ 130 കിലോമീറ്ററായി ഉയർത്തുന്നതിനുള്ള റെയിൽവേയുടെ വലിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ഭാഗമായാണ് ഈ അടിയന്തര നീക്കം. ഈ സുരക്ഷാവേലി നിർമ്മാണം അടക്കമുള്ള പ്രധാന ട്രാക്ക് നവീകരണങ്ങൾ പൂർത്തിയാക്കി 2026-2027 ഈ സെഷൻ വേഗതയേറിയ ട്രെയിൻ സർവീസുകൾക്കായി പൂർണ്ണ സജ്ജമാക്കാനാണ് റെയിൽവേ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ റെയിൽവേ ലൈനുകളിൽ ഭാവിയിൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗത സാധ്യമാക്കുന്നതിനായി 7 പ്രധാന റൂട്ടുകളിൽ 3ഉം 4ഉം ലൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള DPR സർവേകൾക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയിട്ടുമുണ്ട്. ഷൊർണൂർ മംഗളൂരു, കോയമ്പത്തൂർ ഷൊർണൂർ, ഷൊർണൂർ എറണാകുളം, എറണാകുളം കായകുളം എന്നിവയിലുള്ള വഴികളിലാണ് DPR നൽകിയിരിക്കുന്നത്. കൂടാതെ തിരുവനന്തപുരം കൊല്ലം പാത 130 കിലോമീറ്റർ ആക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളുടെ വേഗത 130 കിലോമീറ്ററായി ഉയർത്തുക. ഈ 65 കിലോമീറ്റർ സെഷനിൽ ട്രാക്കുകൾ ബലപ്പെടുത്തൽ, വളവുകൾ നിവർത്തൽ, സിഗ്നലിംഗ് സംവിധാനം ആധുനീകരിക്കൽ എന്നിവ പുരോഗമിക്കുന്നുണ്ട്. തിരുവനന്തപുരം കായംകുളം സെഷനിൽ ഈ അത്യാധുനിക സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കുകയാണ്. ഒരേ ട്രാക്കിൽ കുറഞ്ഞ സുരക്ഷിത അകലത്തിൽ കൂടുതൽ ട്രെയിനുകൾക്ക് ഒന്നിനു പുറകെ ഒന്നായി വേഗത്തിൽ ഓടാൻ ഇത് സഹായിക്കും. ബ്ലോക്ക് സെഷനുകൾ കുറയുന്നതോടെ ട്രെയിനുകൾ സിഗ്നലിനായി കാത്തുകിടക്കുന്നത് ഒഴിവാകും. തിരുവനന്തപുരം മുതൽ കായംകുളം വരെയുള്ള ഭാഗത്തെ വേഗത നിലവിലുള്ള 100 കിലോമീറ്ററിൽ നിന്ന് 110 കിലോമീറ്ററായി ഉയർത്താനുള്ള ട്രാക്ക് നവീകരണ ജോലികൾ അവസാന ഘട്ടത്തിലാണ്. തിരുവനന്തപുരം സെൻട്രൽ കൊച്ചുവേളി നേമം സ്റ്റേഷൻ വികസനവും പാതയിലെ വേഗത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ട്രെയിനുകൾ കൃത്യസമയത്ത് ഓടിക്കാൻ തിരുവനന്തപുരം നഗരത്തിലെ റെയിൽവേ ഹബ്ബുകൾ വികസിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രലിലെ തിരക്ക് കുറയ്ക്കാൻ നേമത്തെ സാറ്റലൈറ്റ് ടെർമിനലാക്കി മാറ്റുന്ന ജോലികളും പുരോഗമിക്കുകയാണ്. കൂടാതെ ട്രെയിനുകൾ ഇവിടെ നിന്ന് സർവീസ് ആരംഭിക്കും. കൂടുതൽ പ്ലാറ്റ്ഫോമുകളും സ്റ്റാംബ്ലിംഗ് ലൈനുകളും നിർമ്മിച്ച് കൊച്ചുവേളിയുടെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. വേഗതയേറിയ ട്രെയിനുകളെ ഉൾക്കൊള്ളാൻ പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടലും റീഡെവലപ്മെന്റ് പദ്ധതികളും നടക്കുന്നുണ്ട്. ഭാവി പദ്ധതി എന്നത് തിരുവനന്തപുരം ഉൾപ്പെടുന്ന തെക്കൻ കേരളത്തിൽ ഭാവിയിൽ ട്രെയിനുകൾക്ക് 160 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ പാകത്തിൽ 3ാമത്തെയോ 4ാമത്തെയോ ട്രാക്കുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ സർവേകൾക്ക് റെയിൽവേ അനുമതി നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.